ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? പ്രൈസ് ദി ലോർഡ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പുതുതായി നമ്മുടെ സൂമിൽ കടന്നു വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്. ടിൻസോ കുര്യാക്കോസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ടിജോയുടെ ബ്രദർ കാനഡയിൽ നിന്ന് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനുള്ളതായ ആഗ്രഹത്തോടെ കയറിയിരിക്കുന്നു. താൻ ജോലിയുടെ മധ്യത്തിലാണെങ്കിലും പ്രൈസ് ദി ലോർഡ് കാണിക്കുന്ന താല്പര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജിനേഷ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അനിലിന്റെ സുഹൃത്താണ്. അദ്ദേഹവും താല്പര്യത്തോടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്വാഗതം അറിയിക്കുന്നു. സൗദിയിൽ നിന്ന് ജസ്നും നമ്മുടെ സൂമിൽ കയറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്വാഗതം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദപഠന ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ദൈവവചനത്തെ കുറിച്ച് അറിയേണ്ടതായിരിക്കുന്നതായ ചില മാർമികമായ കാര്യങ്ങളും ബേസിക് ആയിരിക്കുന്നതായ ചില ഇൻഫർമേഷൻസുമാണ് നാം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. വേദപുസ്തകം ഒരു മതഗ്രന്ഥമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളതായ ധാരണ. ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് പോലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ വേദപുസ്തകം ഒരു മതഗ്രന്ഥമല്ല എന്നുള്ള കാര്യം നാം ആദ്യം മനസ്സിലാക്കണം. ഒരു മതത്തിന് വേണ്ടിയുള്ളതായ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. മതത്തിൽ ഒന്നാമത് ആചാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് മിക്കവാറും മതങ്ങളെല്ലാം. ആഘോഷങ്ങളും അതുപോലെ പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാ മതങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ലോജിക്കിനോ അല്ലെങ്കിൽ സയൻസിനോ നിരക്കാത്തതായ അന്ധവിശ്വാസങ്ങൾ മിക്കവാറും എല്ലാ മതത്തിലും കാണും. ഇത് മതങ്ങളുടെ എല്ലാം പൊതു സ്വഭാവമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല. ഇതിനകത്ത് അന്ധവിശ്വാസം വരത്തക്ക രീതിയിലുള്ളതായ ഒരു കാര്യവും വേദപുസ്തകത്തിനകത്തില്ല. രണ്ട്, വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതിന് ആചരിക്കുവാൻ വേണ്ടി ഒരു ആഘോഷമോ പെരുന്നാളോ ഒന്നും ദൈവവചനത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചോദിക്കും, നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുന്നല്ലോ അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആഘോഷിക്കുവാൻ ദൈവവചനത്തിൽ തന്നിട്ടില്ല. ക്രിസ്തു മതം എന്നുള്ളതായ നിലയിൽ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു എങ്കിലും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ഈ ആഘോഷങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ ഒന്നും തന്നെ ദൈവവചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. ദൈവവചനത്തിന്റെ ആ യുണീക്ക്നെസ്, അതായത് ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചതായ ഈ ദൈവത്തിന്റെ വചനം ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ ഉള്ളതായ ആ 66 പുസ്തകങ്ങളുടെ യൂണിറ്റി എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. നമ്മൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ടോപ്പിക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒന്നും കൂടെ പറയാം. ദൈവത്തിന്റെ വചനം സാക്ഷാൽ ഈ ബൈബിൾ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണെന്നുള്ളതിന്റെ ചില പഠനങ്ങളാണ് നാം ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ ആ വിഷയത്തുള്ളതായ ബന്ധത്തിൽ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 വിഷയങ്ങൾ നാം ആൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്
ഈ 66 പുസ്തകങ്ങളുടെയും യൂണിറ്റിയാണ്. 40 പേരാൽ 1600 വർഷങ്ങൾ കൊണ്ട് വിവിധ കാലയളവുകളിൽ എഴുതിയതായ ഈ പുസ്തകം ഒന്നിനോടൊന്ന് ചേർന്ന്, ഒരു പുസ്തകത്തിന്റെ വിവിധ അധ്യായങ്ങൾ എന്നതുപോലെ ഒന്നിനോടൊന്ന് ചേർത്തിണക്കി ആദ്യത്തെ പുസ്തകത്തിലെ വിഷയങ്ങള് ഒടുവിലത്തെ പുസ്തകത്തിൽ കൃത്യമായി വരത്തക്ക രീതിയിൽ ഒരു വ്യക്തി തന്നെയാണ് ഇത് എഴുതി പൂർത്തീകരിച്ചത് എന്നുള്ള പഠനമാണ് നമ്മൾ യൂണിറ്റി ഇൻ ബൈബിൾ എന്ന് നമ്മൾ കണ്ടത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചതായ വിഷയമാണ് വേദപുസ്തകം അതിൻ്റെതായ നിലയിൽ അതിന്റെ ശാസ്ത്രീയ തത്വങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ അനശ്വരതയെ കുറിച്ച് നാം പഠിച്ചത്. വേദപുസ്തകം നശിപ്പിച്ച് കളയുവാൻ മതങ്ങളും രാഷ്ട്രങ്ങളും ഭരണാധികാരികളും നിരീശ്വരവാദികളും ഒക്കെ കാലാകാലങ്ങളിൽ ശ്രമിച്ചു എങ്കിലും വേദപുസ്തകത്തിന് യാതൊരു കോട്ടവും വരാതെ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി അത് നിലനിൽക്കുകയാണ്. അത് അനശ്വരമായി നിലനിൽക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതുപോലെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും തിരുവെഴുത്തുകൾക്ക് മാറ്റം വരികയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം അനശ്വരമായത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ അതിനോടതായ ബന്ധത്തിൽ നാം അനേക കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടിടയായി. മൂന്നാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചത് വേദപുസ്തകത്തിന്റെ ചരിത്ര കൃത്യതയാണ്. ഹിസ്റ്റോറിക്കൽ ആക്യുറസി ഓഫ് ദി ബൈബിൾ ആണ് നമ്മൾ മൂന്നാമത് ചിന്തിച്ചത്. വേദപുസ്തകം ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് അല്ല. ഹിസ്റ്ററി പറയുവാനായിട്ട് ഒരു രാഷ്ട്രത്തിന്റെയോ അല്ലെങ്കിൽ ഭൂമിയുടെയോ അല്ലെങ്കിൽ ഒരു ജനത്തിന്റെയോ ഹിസ്റ്ററി പറയുവാനുള്ളതായ ബുക്ക് അല്ല എന്ത് വേദപുസ്തകം എന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് മാനവജാതിയുടെ ഉൽപ്പത്തി മുതലുള്ളതായ ചരിത്രം അടങ്ങിയിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങളിലെ ചരിത്രങ്ങൾ ലോക ചരിത്രവുമായിട്ട് നാം ഒന്നിച്ചു വെച്ചാൽ വേദപുസ്തകത്തിൽ പറയുന്ന ചരിത്രങ്ങൾ അതേപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രത്തോളം കൃത്യത വേദപുസ്തകത്തിന്റെ വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ നടന്നതായ സംഭവങ്ങളാകട്ടെ, ആ സംഭവങ്ങൾ നടന്നതായ കാലഘട്ടമാകട്ടെ, ആ സംഭവങ്ങൾ നടന്നതായ സ്ഥലമാകട്ടെ, വേദപുസ്തകത്തിൽ എന്തെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടോ അതെല്ലാം ലോക ചരിത്രപ്രകാരം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നതായ വിഷയം ഞാനത് ഡിസ്പ്ലേയും കൂടെ കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സാധാരണ ചെയ്തു വരുന്നത് പോലെ അത് നമുക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതായ വിഷയം വേദപുസ്തകത്തിന്റെ സയന്റിഫിക് ആക്യുറസിയാണ്. അതായത് വേദപുസ്തകത്തിന്റെ ശാസ്ത്രീയമായ കൃത്യത. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് സയന്റിഫിക് ആക്യുറസി ഓഫ് ദ ബൈബിൾ ആണ്. ശാസ്ത്രീയമായി വേദപുസ്തകത്തിന്റെ കൃത്യത. വാസ്തവത്തിൽ ഈ ശാസ്ത്രീയമായ അതിന്റെ കൃത്യതയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന 12 പോയിന്റുകളുണ്ട്. ഈ 12 പോയിന്റും വിശദമായിട്ട് പറയുവാനായിട്ട് ഒത്തിരി ദീർഘിച്ചു പോകും. എത്രത്തോളം ചുരുക്കി പറയാമോ അത്രത്തോളം ചുരുക്കി പറയാം. അത് ഒന്നാമതായിട്ട് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിക്കുന്നതായ കാര്യമാണ്. വേദപുസ്തകം ചരിത്ര പുസ്തകം അല്ലാത്തതുപോലെ തന്നെ ഇതൊരു സയന്റിഫിക് ബുക്കുമല്ല. ബൈബിൾ ഈസ് നോട്ട് എ സയന്റിഫിക് ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് പറയുന്ന സയന്റിഫിക് ആയിരിക്കുന്നതായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ വളരെ ആക്യുറേറ്റ് ആണെന്ന് ആധുനിക കാലത്തെ സയന്റിസ്റ്റുകൾ ഉൾപ്പെടെ അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിനകത്ത് എന്തെല്ലാം സയന്റിഫിക് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടോ
അത് ഒന്നും തന്നെ തെറ്റല്ല, അത് ഒന്നും തന്നെ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് തെളിയിക്കുവാൻ ഇന്ന് വരെ സയൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ആക്യുറസി എന്ന് പറയുവാനായിട്ട് കാരണം. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ ആക്യുറസി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിന് നിങ്ങൾ വേദപുസ്തകം കൂടെ ഒന്ന് എടുക്കുന്ന നല്ലതായിരിക്കും. ഞാൻ വാക്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വേദപുസ്തകം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ അത് വായിക്കുവാനായിട്ട് കഴിയും. ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ് എന്നുള്ളത് വേദപുസ്തകം തെളിവായി പറയുന്നതായ കാര്യം. നമുക്ക് വാക്യമെടുക്കാം. യെശയ്യാവ് എഴുതിയതായ യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. ഇംഗ്ലീഷ് അത് വായിക്കുമ്പോ ഇറ്റ് ഈസ് ഹി ദാറ്റ് സിറ്റത്ത് അപ്പോൺ ദി സർക്കിൾ ഓഫ് ദ എർത്ത്. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുന്നതായ ദൈവത്തെ യെശയ്യാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഭൂമിയുടെ ഉപരിതലം എങ്ങനെയായിരിക്കുന്നത്? ഭൂമണ്ഡലത്തിന്റെ മീതെ അധിവസിക്കുന്നതായ ദൈവം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ he is sitting upon the circle of the earth. ഭൂമിയുടെ ഉപരിതലം സർക്കിളായി വരണമെങ്കിൽ ഭൂമിയുടെ മൊത്തത്തിലുള്ളതായ അതിന്റെ രൂപം എന്ന് പറയുന്നതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. ഇത് ഏതാണ്ട് BC 500 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതായ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഇത് കൃത്യമായി വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ശരി. യെശയ്യാവ് ഇതെന്നാ എഴുതിയെന്നറിയാമോ? BC 700-ലാണ് യെശയ്യാവ് ജീവിച്ചിരുന്നതായ കാലഘട്ടം. അപ്പോ ക്രിസ്തുവിന് മുമ്പ്, യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് പറയുകയാണ്, ദൈവം ഭൂമണ്ഡലത്തിന്റെ മീതെ ഇരിക്കുന്നതായ ആ സിംഹാസനം എവിടെയാണ്? ഭൂമിയുടെ സർക്കുലർ സർഫസിലാണ് കർത്താവ് ഇരിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഭൂമണ്ഡലം എങ്ങനെയാണ്? അത് സർക്കുലർ ഷേപ്പിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നതായ കാര്യം. പക്ഷേ ഇത് വിശ്വസിക്കുവാൻ ലോകത്തിന് പ്രയാസമായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇത് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഇത് പറഞ്ഞവരെ എല്ലാം, അവര് താത്വികന്മാരായാലും വിജ്ഞാനികളായാലും അവരെയൊക്കെ മൂഢന്മാരെന്ന് പറഞ്ഞ് ലോകം എഴുതി തള്ളുവാനായിട്ടിടയായിട്ട് തീർന്നു. എന്നാൽ ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിനോടടുത്ത് കപ്പൽ യാത്ര പ്രൊമിനന്റ് ആയി കഴിഞ്ഞപ്പോ നമുക്കറിയാം, ലോകത്ത് രാജ്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് യാത്ര പുറപ്പെട്ടതായ നാവികനാണ് കൊളംബസ് എന്ന് പറയുന്നതായ നാവികൻ. അതുപോലെ തന്നെ പേരുകേട്ടതായ മറ്റൊരു വ്യക്തിയാണ് മഗല്ലൻ എന്ന് പറയുന്നതായ നാവികൻ. ഇവരുടെ ഈ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തെന്നറിയാമോ? വടക്കു നോക്കി യന്ത്രം പ്രചാരത്തിലേക്ക് വരുവാൻ കാരണം, കോമ്പസ് പ്രചാരത്തിലേക്ക് വരുവാൻ കാരണം ഈ കൊളംബസിന്റെയും മഗല്ലന്റെയും യാത്രകളും അതുപോലെ ഈ വടക്കു നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും കൂടി ആയിക്കഴിഞ്ഞപ്പോ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതായ ആ കൃത്യതയിലേക്ക് വരുവാനിടയായി. ഇന്ന് നമുക്കറിയാം, ഭൂമി പരന്നതാണെന്നോ ഭൂമി ചതുരാകൃതിയാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നാം ഭോഷണം തെണ്ണും. ഭൂമി എന്താണ്? ഭൂമി ഗോളാകൃതിയാണ്. ഇത് 15-ാം നൂറ്റാണ്ടിലാണ് കൺഫേം ആക്കിയതെങ്കിലും യഹോവയായ ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് ഏതാണ്ട് ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ സയന്റിഫിക് റീസൺ ഞാൻ തന്നു. രണ്ടാമത്തെ സയന്റിഫിക് റീസൺ നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. He stretched out the north over the empty place and hangeth the earth upon nothing. ഭൂമിയെ അതിന്റെ ശൂന്യതയിൽ തൂക്കിയിരിക്കുന്നു, അഥവാ ഭൂമിയെ സ്പേസിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബിന്റെ പുസ്തകം എന്നാ എഴുതിയത് നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പേ എഴുതപ്പെട്ടതായ പുസ്തകമാണ് ഏത്? ഇയ്യോബിന്റെ പുസ്തകം. അതായത് BC 1800 1700 കാലഘട്ടങ്ങളിലാണ് ഇയ്യോബിന്റെ പുസ്തകം എഴുതിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നതായ ഒരു കാര്യമാണ്, ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അതുവരെ ഉണ്ടായിരുന്നതായ, അല്ലെങ്കിൽ അന്നും അത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അന്നത്തെ വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ വിചാരിച്ചിരുന്നത് ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അത് പരന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത് പരന്നിരിക്കുന്നതാണ്. ആ പരന്നതായ ഭൂമിയെ ഈ കോസ്മിക്കില് വളരെ സാവധാനത്തിൽ ഇഴയുന്നതായ, അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതായ വലിയ ഒരു ജീവിയുടെ പുറത്ത്, വലിയ ആമ പോലെയുള്ളതായ ജീവിയുടെ പുറത്ത് ഇത് വെച്ചിരിക്കുകയാണ്. ഇത് ശൂന്യതയിൽ ഇങ്ങനെ പതുക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ സിദ്ധാന്തമാണ് ഏതാണ്ട് BC 1500 അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടം വരെ ചിന്തിച്ചിരുന്നതായ കാര്യം. അതായത് നമ്മുടെ ഗൃഹം പരന്നതാണ്, ഏതെങ്കിലും തരത്തിലുള്ളതായ കോസ്മിക് കടലിലൂടെ സാവധാനം ഒഴുകുന്ന ഭീമാകാരമായ കടലാമയുടെ പുറകിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്നതായ ഒരു വസ്തുവാണ് ഈ ഭൂമി എന്നുള്ളതായിരുന്നു നിഗമനം. പക്ഷേ ഇയ്യോബിന് വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടതായ പുസ്തകത്തിൽ ഇയ്യോബിന് ദൈവം കൊടുത്തതായ ജ്ഞാനമനുസരിച്ച് ഇയ്യോബ് എഴുതി വെച്ചു, എന്ത്? ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയിൽ അഥവാ സ്പേസിൽ തൂക്കുന്നു, ആൻഡ് ഹാങ് ദി എർത്ത് അപ്പോൺ നത്തിങ്. ഇത് ഏതാണ്ട് 1687 സർ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തം വരെ, രചനകൾ വരെ ഇതിങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഭൂമി ശൂന്യതയിലാണ് വെച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രത്തിന് മനസ്സിലായത്, ലോകത്തിന് മനസ്സിലായത് AD 1687. നോക്കണം. അപ്പോ ദൈവത്തിന്റെ ജ്ഞാനം അത് സൃഷ്ടിച്ചവനറിയാം അതിന് എവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് എങ്ങനെയാണ് ചരിക്കുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് സൃഷ്ടിച്ചവനറിയാം. അത് തന്റെ സൃഷ്ടിയായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതിന് ഇയ്യോബ് എന്ന് പറയുന്നതായ വ്യക്തിക്ക് ജ്ഞാനം കൊടുത്തു. ദൈവത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നതായ ഇയ്യോബിന് ആ രഹസ്യം മനസ്സിലായി. ഇയ്യോബ് അത് എഴുതി വെക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോ ഭൂമി എങ്ങനെയുള്ളതാണ്? അത് സ്പേസിൽ നിൽക്കുന്നതാണ്, അത് സസ്പെൻഡഡ് ആണ്, അതിന് മറ്റൊരു സപ്പോർട്ട് ഇല്ല എന്നുള്ളതായ കാര്യം ഇയ്യോബ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സയൻസ് അത് പ്രൂവ് ചെയ്തു AD 1687. ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കുവാൻ പറ്റുന്നതായ കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഒന്ന് അല്പം ഡീപ്പായിട്ട് ഇറങ്ങാം. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചത്തെ കുറിച്ച് കർത്താവ് പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തത്തോടുള്ളതായ ബന്ധത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. 4 വാക്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണ. And I will make thy seed as the dust of the earth, so that if a man can number the dust of the earth, then shall
thy seed also be numbered. അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കാനല്ലല്ലോ ഈ ക്ലാസിന്റെ ഉദ്ദേശം. ഇനിയും അതേ വാഗ്ദത്തം തന്നെ യഹോവയായ ദൈവം അബ്രഹാമിന് റിപ്പീറ്റ് ചെയ്തത് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. And he brought him forth abroad and said, look now toward heaven and tell the stars if thou be able to number them. And he said unto him, so shall thy seed be. ആകാശത്തേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണാനായിട്ട് പറഞ്ഞു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം എന്ന് യഹോവയായ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. ഇനി 3-ാമത്തെ വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ. മതി. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയുന്നത് പോലെ, as the host of heaven cannot be numbered, neither the sand of the sea measured. അപ്പൊ ഈ രണ്ട് കാര്യത്തിനും തമ്മിൽ ഒരു കമ്പാരിസൺ ഒരു തുലനം കൊടുത്തിരിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിനും കടൽക്കരയിലെ മണലിന്റെ എണ്ണത്തിനും ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെയും എണ്ണാൻ പറ്റത്തില്ല എന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. ഇത് എന്നാ പറഞ്ഞത്? അബ്രഹാമിനോട് കൊടുത്തതായ വാഗ്ദത്തം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് BC 2000-ലാണ്. BC 2000-ൽ അബ്രഹാമിന് കൊടുത്തു വാഗ്ദത്തം. അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ, നിന്റെ ആ നക്ഷത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണമായിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, അന്നത്തെ കാലത്ത് ഏറ്റവും അറിവുള്ളതായ വ്യക്തിയുടെ അഭിപ്രായത്തിൽ ആ നക്ഷത്രങ്ങൾക്ക് എത്രയാണ് എണ്ണം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്തിലേക്ക് ക്ലിയറായി നിൽക്കുന്നതായ നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ആകാശത്തിലേക്ക് നോക്കിയാൽ അവൻ എണ്ണാൻ കഴിയുന്നത് ഏതാണ്ട് 1000-നും 1200-നും ഇടയ്ക്കുള്ളതായ നക്ഷത്രങ്ങളെ അവന്റെ ദൃഷ്ടിയിൽ അവന് കാണുവാൻ കഴിയത്തുള്ളൂ. അബ്രഹാമിന്റെ കയ്യിൽ ടെലസ്കോപ്പ് ഇല്ല, അബ്രഹാമിന്റെ കയ്യിൽ ദൂരദർശിനികളൊന്നുമില്ല, ദൂരക്കാഴ്ചയ്ക്കുള്ളതായ ഉപകരണങ്ങളൊന്നും അബ്രഹാമിന്റെ കൈവശമില്ല. പക്ഷെ അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്റെ കണ്ണുകൊണ്ട് ഇത്രേ കാണുവാൻ കഴിയത്തുള്ളൂ, എങ്കിലും കടൽക്കരയിലെ മണലുണ്ടല്ലോ അതിനെ എനിക്ക് എണ്ണുവാൻ കഴിയത്തില്ല. അപ്പൊ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽക്കരയിലെ മണലിനെയും എണ്ണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ അധികമായിരിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴമതാണ്. ഒടുവിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ്, ഏതാണ്ട് AD 150-ൽ ജീവിച്ചിരുന്നതായ ഏറ്റവും പ്രസിദ്ധനായ ഒരു ജ്യോതിഷ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ടോളമി എന്നാണ്. ടോളമി എന്ന് പറയുന്നതായ ആ വാനനിരീക്ഷകൻ അല്ലെങ്കിൽ ആ ഗ്രേറ്റ് അസ്ട്രോണമർ, അദ്ദേഹം കൃത്യതയോടെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ് ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആകാശത്ത് 1056 നക്ഷത്രങ്ങൾ ഉണ്ടെന്ന്. 1200 നക്ഷത്രങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും AD 154-ൽ ടോളമി തന്റെ അറിവ് വെച്ച് ആ വാനനിരീക്ഷകൻ പറഞ്ഞത് 1056 നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന്. ഞാൻ പറയട്ടെ, AD 154 അതാണ് കണക്കെങ്കിൽ ഇന്നത്തെ ശാസ്ത്രം നക്ഷത്രങ്ങളുടെ എണ്ണം ഇതുവരെയും എണ്ണി തീർക്കുവാൻ കഴിയാത്ത രീതിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളുടെ എണ്ണം വളരെയാണ് എന്ന് ശാസ്ത്രം സാക്ഷ്യം പറയുകയാണ്. നമ്മുടെ
ഗാലക്സിയിൽ തന്നെ, മിൽക്കി വേ എന്ന് പറയുന്നതായ ഗാലക്സിയിൽ തന്നെ സൂര്യൻ കേന്ദ്രമായി നിൽക്കുന്നതായ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയിൽ തന്നെ മില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ് നമുക്ക് ശാസ്ത്രജ്ഞന്മാർ ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ വെച്ച് ഏറ്റവും ചെറിയ ഗാലക്സിയാണ് മിൽക്കി വേ എന്നറിയപ്പെടുന്ന നമ്മുടെ സൗരയൂഥം നിൽക്കുന്നതായ ആ ഗാലക്സി. അത് ആ ഗാലക്സി പോലെ മില്യൺസ് ഓഫ് ഗാലക്സീസ് ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ തന്നെ ബില്യൺസ് ആണ് അതിന്റെ കണക്കെങ്കിൽ, എണ്ണിക്കൂടാൻ വയ്യാത്തതായ ഗാലക്സികളിൽ ഉള്ള നക്ഷത്രങ്ങളുടെ എണ്ണം ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അധികമാണ്. പ്രൈസ് ദി ലോർഡ്. BC 2000 യഹോവയായ ദൈവം അബ്രഹാമിന് പറഞ്ഞത്, അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രം എണ്ണുവാൻ നിനക്ക് കഴിയത്തില്ല എന്ന്. പക്ഷെ AD 154 മനുഷ്യൻ പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാം, അത് 1056 ആണെന്ന് സമർത്ഥിച്ചു. പക്ഷേ വേദപുസ്തകത്തിന് തെറ്റുപറ്റുകയില്ല, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. വേദപുസ്തകം കൃത്യമാണ്. അതിന്റെ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയത്തില്ല. ഒരു വാക്യം കൂടെ നമുക്ക് അതുള്ളതായ ബന്ധത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആ വാഗ്ദത്തം അബ്രഹാമിന് നിവർത്തിക്കുന്നതാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം നമുക്ക്. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. നോക്കൂ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അബ്രഹാമിന് കണ്ണുകൊണ്ട് എണ്ണുവാൻ കഴിയുന്നത് 1200 താഴെയുള്ളതായ നക്ഷത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അബ്രഹാം കണ്ണുകൊണ്ട് കണ്ടതല്ല വിശ്വസിച്ചത്. 1200 മക്കളെ എനിക്കുണ്ടാകത്തുള്ളൂ എന്നല്ല അബ്രഹാം വിശ്വസിച്ചത്. അബ്രഹാം വിശ്വസിച്ചത് ദൈവം പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയത്തില്ല എന്നാണ്. കടൽപ്പുറത്തെ മണലിന്റെ എണ്ണം എണ്ണുവാൻ കഴിയത്തില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞത് അത് സംഭവിക്കും എന്ന് കാണാത്ത കാര്യങ്ങൾ അബ്രഹാം വിശ്വസിക്കുവാനിടയായി. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു പടി എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതല്ല നാം വിശ്വസിക്കുന്നത്, കണ്ണുകൊണ്ട് കാണാത്തതിനപ്പുറമുണ്ട്, നാം അനുഭവിക്കാത്തതിന് അപ്പുറമുണ്ട്, നാം കേൾക്കാത്തതിന് അപ്പുറമുണ്ട്, നമ്മുടെ അറിവിന് അപ്പുറമുള്ളതായ കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് കിട്ടിയതായ ഭാഗ്യം ഓർത്ത് നമുക്ക് ഇരിക്കുന്ന ഇടത്തിരുന്ന കർത്താവിന് എത്ര സ്തുതിച്ചാൽ മതിയാകും. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് സയന്റിഫിക് ആക്യുറസി ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ വിഷയം, ദ ഫാക്ട് ദാറ്റ് സ്റ്റാർസ് ആർ ഇന്നംബറബിൾ. പ്രൈസ് ദി ലോർഡ്. ഇന്യൂമറബിൾ. നാലാമത്തെ വിഷയം, അത് കടലിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. വായിക്കാൻ നമുക്ക് ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യഹോവയുടെ ഭർസനത്താൽ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ കടലിന്റെ ചാലുകൾ കാണായി വന്നു, ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കടലിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വിശ്വസിച്ചിരുന്നെന്നറിയാമോ? അത് ഏതാണ്ട് നിങ്ങൾക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഉപകരണം കാണാൻ കഴിയുമല്ലേ? അതിന്റെ ഈ രണ്ടറ്റവും സമുദ്രത്തിന്റെ തീരങ്ങളാണെന്ന് വിചാരിക്കുക. ഇത് സമുദ്രത്തിന്റെ ഒരു വശം, ഇത് കടലിന്റെ മറ്റൊരു വശം. അങ്ങനെയെങ്കിൽ ഈ കടല് ഒരു കരയിൽ നിന്ന് സ്ലോപ്പായി താഴേക്ക് വന്നിട്ട് താഴെ വരുമ്പോ അത് നാരോ പ്ലേസ് ആയിട്ട് വീണ്ടും മറുഭാഗത്തേക്ക് വീണ്ടും ചരിഞ്ഞ് പോകത്തക്ക, അല്ലെങ്കിൽ രണ്ടു വശത്തു നിന്നും സ്ലോപ്പറായിട്ട് ചരിഞ്ഞ് താഴെ അത് നാരോ ആയി തീരത്തക്ക രീതിയിലുള്ളതായ ഷേപ്പ് ആയിരിക്കുമെന്നാണ്
കടലിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നതായ ചിന്താഗതി. മാത്രമല്ല, കടല് മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതായ നിഗമനം. കടല് ജലജന്തുക്കളുണ്ട്, അത് അതല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ സമുദ്ര ഗവേഷണം നടത്തിക്കഴിഞ്ഞപ്പോ സമുദ്ര ഗവേഷണം അനുസരിച്ച് ഇങ്ങനെയുള്ളതായ ഒരു ജലപാത്രത്തിന്റെ ഷേപ്പ് അല്ല സമുദ്രം എന്നുള്ളതായ കാര്യം അത് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് പസഫിക് സമുദ്രം, വലിയ നമുക്കറിയാം ആഴം കൂടിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ആ സമുദ്രത്തിന്റെ അടിയിലേക്ക് ചെല്ലുമ്പോ വളരെ ഉയർന്ന പർവ്വത നിരകൾ സമുദ്രത്തിന്റെ അടിഭാഗത്തുണ്ട് എന്ന് നമ്മോട് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്, കാരണം നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ ശാസ്ത്രലോകം അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നതായ കാര്യമാണ്. സമുദ്രത്തിന്റെ അടിഭാഗത്ത് ഹിമാലയ പർവ്വതം പോലെ തന്നെ ഉയരമുള്ളതായ പർവ്വത നിരകളുണ്ടെന്നും ആ പർവ്വതങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ കരയിൽ കാണുന്നത് പോലെ തന്നെയുള്ളതായ മലയിടുക്കുകളുണ്ട് എന്നും ശാസ്ത്രം കണ്ടെത്തുവാനായിട്ടിടയായി. അത് മാത്രമല്ല, ആ സമുദ്രത്തിന്റെ അടിയിലേക്ക് അങ്ങനെയുള്ളതായ ട്രെഞ്ച് ഏതാണ്ട് ഫിലിപ്പീൻസിലെ ഒരു കടലില് കണ്ടുപിടിച്ചതായ വിഷയമനുസരിച്ച് അവിടെ കാണുന്നത് ഏതാണ്ട് 7 മൈൽ ആഴത്തിലുള്ളതായ കടലിടുക്ക് ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത്. മറീനാസ് ട്രെഞ്ച് എന്നാണ് അതിന്റെ പേര്. ഫിലിപ്പീൻസിലുള്ള മറിയാനാസ് ട്രെഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 7 കിലോമീറ്റർ ആഴമുള്ളതായ മലയിടുക്കുകൾ എവിടെ ഉണ്ട്? ആ സമുദ്രത്തിലുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ടിടയായി. 1 2 അല്ല, എല്ലാ സമുദ്രത്തിലും അതുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ അടിഭാഗം എന്ന് പറയുന്നത് വലിയ പട്ടണത്തിന് സമാനമായ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതായ മലകൾക്കും മലയിടുക്കുകൾക്കും സമാനമായിരിക്കുന്നതായ കാര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശാസ്ത്രം അത് കണ്ടെത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദാസനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നോക്കിക്കേ. യഹോവയുടെ ഭർസനത്താൽ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ കടലിലെ ചാലുകൾ കാണായി വന്നു. ദ ചാനൽസ് ഓഫ് ദ സീ അപ്പിയർ. കടലിനകത്ത് ചാനലുകളുണ്ട് എന്ന്, കടലിടുക്കുകളുണ്ട് എന്ന് അത് തെളിയിക്കുകയാണ്. അപ്പോ സമുദ്രത്തിന്റെ അടിഭാഗത്തുള്ളതായ മലകളും ആ മലയിടുക്കുകളും ഉണ്ട് എന്ന് തെളിയിക്കുന്നതായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ശമൂവേൽ 2-ാം പുസ്തകം 22-ാം അധ്യായം 16-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 18-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഇനിയും ഇതേ കാര്യം തന്നെ അനുസരണക്കേട് കാണിച്ചതായ യോന നേരിട്ട് കണ്ട് താൻ പറഞ്ഞതായ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട് യോന 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തെ കാണിച്ചു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. എപ്പോഴായി ഇറങ്ങിയത്? അനുസരണക്കേട് കാണിച്ച് യോന ഓടിപ്പോകുകയാണ്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞതായി യോന എന്ത് ചെയ്തു? തർശീസിലേക്ക് പോകുകയാണ്. ഇടയ്ക്ക് കടൽ ശോഭിച്ചു. എല്ലാം കപ്പലിലുള്ളതെല്ലാം എടുത്ത് കടലിലിട്ടു. എന്നിട്ടും തിരമാലകൾ അടങ്ങിയില്ല. ഒടുവിൽ യോനായോട് കാര്യം തിരക്കിയപ്പോ യോന പറഞ്ഞു, ഞാൻ മുഖാന്തരമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്, അതുകൊണ്ട് പരിഹാരം ഇതേ ഉള്ളൂ. യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോന ഓടി ഒളിച്ചെങ്കിലും ഒരു കാര്യത്തിൽ സത്യസന്ധനായിരുന്നു യോന. എന്താണെന്നറിയാമോ? യോന പറഞ്ഞു, ഞാൻ മുഖാന്തരമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയത്തില്ല.
ഞാൻ മുഖാന്തരമാണ് കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ മുഖാന്തരമായി കുഴപ്പങ്ങൾ ഉണ്ടായത്, മറ്റവൻ മുഖാന്തരമായ കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ പറയത്തുള്ളൂ. നോക്ക്, യഹോവയായ ദൈവത്തിന്റെ പ്രവാചകൻ അനുസരണക്കേട് കാണിച്ചു, എല്ലാം ശരിയായി, മുമ്പിൽ അവനുള്ളത് മരണം മാത്രമാണ് മുമ്പിൽ, അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് അവൻ പുറത്തു പോകേണ്ടവനാണ്. സമുദ്രത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം യോനയ്ക്ക് അറിയത്തില്ല. യോനായോട് പറഞ്ഞില്ല, യോനായെ നീ സമുദ്രത്തിൽ വീഴും, ഞാനൊരു മത്സ്യം അവിടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് എന്ന് യഹോവയായ ദൈവം യോനയോട് പറഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ യോനയ്ക്ക് അറിയത്തില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഇനി എന്ത് സംഭവിച്ചാലും, ഞാൻ മരണപ്പെട്ടാലും ഞാൻ ജീവിച്ചിരുന്നാലും എനിക്കതൊരു വിഷയമല്ല. ഈ കാര്യത്തിൽ എന്ത് പറയാൻ പാടില്ല? വ്യാജം പറയാൻ പാടില്ല, കപടത കാണിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല എന്ന് യോനയ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് യോന പറഞ്ഞു, ഈ കുഴപ്പങ്ങളെല്ലാം ഞാൻ മുഖാന്തരമാണ് ഉണ്ടായത്. കുറ്റം സമ്മതിച്ചതായ യോന കടലിൽ വീണു എങ്കിലും രക്ഷിപ്പാൻ ദൈവം മത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം കുറ്റം സമ്മതിച്ചാൽ ലോകം ഒരുപക്ഷെ നമുക്ക് ശിക്ഷാവിധി തന്നെന്ന് വന്നാലും, ലോകം ഒരുപക്ഷെ നമ്മളെ കൊലയ്ക്ക് വിധിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭീഷണിയിലായി പോയാലും, നമ്മുടെ കുറ്റം നാം സമ്മതിക്കുകയാണെങ്കിൽ ദൈവം സഹായകനായിട്ട് വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു ദൈവ പൈതലിന്റെ ചെറുതും വലുതുമായ കുറവുകൾ, ചെറുതും വലുതുമായ കുറ്റങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോ അത് എന്റെ കുറ്റം തന്നെയാണ് എന്ന് സമ്മതിക്കുന്നതായ, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന, സ്വയം തെറ്റ് സമ്മതിക്കുന്നതായ ഒരുവനെ മാത്രമേ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അത് ഒരു ആത്മീക ദൂതായി ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുകയാണ്. യോന കടലിൽ വീണു. യോനയെ ദൈവം കൽപ്പിച്ചാക്കിയതായ ആ വലിയ മത്സ്യം വന്ന് വിഴുങ്ങി. എന്നിട്ട് ആ മത്സ്യം എന്ത് ചെയ്യുക? അടിത്തട്ടിലേക്ക് പോകുക. ഈ അടിത്തട്ടിലേക്ക് പോകുന്നതായ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോനയ്ക്ക് പുറം ലോകം കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും യോനയ്ക്കൊരു കാര്യം മനസ്സിലായി, ഞാനിപ്പോ പർവ്വതങ്ങളുടെ അടിവാരങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് യോനയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ 2-ാം അധ്യായത്തിൽ യോന അത് എഴുതാൻ കാരണം. 2-ാം അധ്യായം എഴുതുന്നത്, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തോട് യോന നിലവിളിച്ച് പറഞ്ഞതായ കാര്യമാണ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കടലിൽ നിന്നൊക്കെ പുറത്തു വന്ന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് യോന സ്വസ്ഥമായിരുന്നപ്പോ യോനായ്ക്ക് സംഭവിച്ചതായ കാര്യങ്ങൾ എഴുതി വെച്ചതാണ് യോനായുടെ പ്രവചനം. അപ്പോ 2-ാം അധ്യായത്തിൽ യോന കടലിന്റെ അടിയിൽ തിമിംഗലത്തിന്റെ വയറ്റിലായിരുന്നപ്പോ താൻ എവിടെ പോയി എന്നുള്ള കാര്യം യോനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് അവൻ എഴുതിയത്, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. അപ്പോ സമുദ്രത്തിൽ എന്തുണ്ട്? മൗണ്ടൻസ് ആൻഡ് കാനിയൻസ് ഉണ്ട്, മലകളും മല ഇടുക്കുകളും ഉണ്ട് എന്ന് ദൈവവചനം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമുദ്രശാസ്ത്രം ഇത് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, തിരുവചനത്തിൽ ഉള്ളതായ കാര്യങ്ങൾ ഒന്നും നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല, ഒന്നും തള്ളിക്കളയുവാനും കഴിയത്തില്ല. 4-ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി 5-ാമത്തെ വിഷയത്തിലേക്ക് വരാം. 5-ാമത്തെ വിഷയം എന്ന് പറയുന്നത്, സമുദ്രത്തിന്റെ അടിഭാഗത്ത് ഉറവകളും അല്ലെങ്കിൽ ഉറവകളുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് നദികൾ പോലെയുള്ളതായ ജലപ്രവാഹങ്ങളുണ്ട്. സ്പ്രിങ്സ് ആൻഡ് ഫൗണ്ടൻസ് ഇൻസൈഡ് ദ സീ. ജലപ്രവാഹങ്ങളുണ്ട്, അതുപോലെ ഉറവകളുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നതായ വിഷയം അബ്രഹാമിനും ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യോനായുടെ പുസ്തകത്തിൽ. നമുക്കതൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലഘട്ടങ്ങളിലാണ്
ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. നോഹയുടെ കാലത്തുണ്ടായതായ വെള്ളപ്പൊക്കമാണ് വിഷയം. നമുക്കറിയാം. 40 രാവും 40 പകലും മഴ പെയ്യുന്നതിന് മുമ്പ് നോഹയോട് പറഞ്ഞു പെട്ടകമുണ്ടാക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എല്ലാ ജീവികളിൽ നിന്നും ഇന്നത് അകത്ത് കടക്കണം. നീയും നിന്റെ പുത്രന്മാരും പെട്ടകത്തിനകത്തേക്ക് വേറെ ആരെങ്കിലും കയറാനായിട്ട് സന്നദ്ധതയുണ്ട്, സമ്മതമുണ്ടെങ്കിൽ അവരെയും കയറ്റിക്കോ. എന്നിട്ട് പെട്ടകത്തിനകത്ത് കയറുവാനുള്ളതായ കൽപ്പന ദൈവം കൊടുത്തു. അവർ പെട്ടകത്തിനകത്ത് കയറി. യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. മഴ പെയ്യുവാൻ ആരംഭിച്ചു. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. മുകളിൽ നിന്ന് മാത്രമാണോ വെള്ളം വന്നത്? അല്ല, സമുദ്രത്തിന്റെ ഉറവുകൾ തുറന്നു. സമുദ്രത്തിന്റെ ഉറവുകളുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സ്പ്രിങ്സ് ആൻഡ് ഫൗണ്ടൻസ് ഇൻ ദ സീ. അത് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായ കാര്യം ശാസ്ത്രം കണ്ടെത്തിയത് അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. ഇന്ന് നമുക്ക് വായിക്കാം, തീർന്നില്ല വാക്യം. അതിന്റെ 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു. നീ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറപ്പുകൾ തടിപ്പിച്ചപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ എഴുതുന്നതായ സമയത്ത് മോശയോടെ യഹോവയായ ദൈവം പറഞ്ഞു, ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. മോശയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞ് അതുപോലെ മോശ എഴുതി വെച്ചു. ഇത് ഈ അടുത്ത സമയം വരെ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. കടലിൽ നീരുറവുകളും ജലധാരകളും ഉണ്ടെന്നതായ വസ്തുത 2-ാം ലോകമഹായുദ്ധത്തിന് തൊട്ട് പിന്നാലെ റിസർച്ച് ഷിപ്പ്, ഗവേഷണ കപ്പലുകൾ വെള്ളത്തിനടിയിലുള്ള നിരവധി അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തുവാനിടയായി. ഇത് 1-2 അല്ല, ഏതാണ്ട് 10,000-കണക്കിന് ഈ അഗ്നിപർവ്വതങ്ങൾ കടലിന്റെ അടിയിലുണ്ട് എന്ന് US ജിയോളജിക്കൽ സർവേയിലെ ഡോക്ടർ വില്യം W. റൂബിയുടെ ഗവേഷണ ഫലമാണ്. കെട്ടുകഥയല്ല കേട്ടോ. കടലിനടിയിൽ ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളുണ്ട്. ആ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് ഉളവാകുന്നതായ ജലപ്രവാഹങ്ങളുണ്ട്. അതുപോലെ അത് ഉറവകളുണ്ട്. അത് എണ്ണമറ്റതാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശാസ്ത്ര ഗവേഷണം. വെള്ളത്തിനടിയിലുള്ളതായ അഗ്നിപർവ്വത ഔട്ട്ലെറ്റുകളിൽ നിന്നുള്ളതായ ജലത്തിന്റെ ഇപ്പോഴത്തെ നിരക്ക് ഓരോ വർഷവും 450 ദശലക്ഷം ടൺ ആണെന്ന് കാണിക്കുന്നു. ഭൂമിയുടെ ചൂട് ഭൂഗർഭ ഉരുകിയ പാറയിൽ നിന്ന് കുടുങ്ങിയ ജലത്തെ ഈ പ്രകൃതിദത്ത തുറസായ സ്ഥലങ്ങളിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം അതിനകത്ത് പൊട്ടിയിട്ട് ആ പൊട്ടുന്നതിന്റെ ആഘാതം കൊണ്ട് സമുദ്രത്തിന്റെ അടിഭാഗത്തുള്ളതായ ഉറവകളുടെ വാതിൽ തുറന്ന് വീണ്ടും അവിടെ നിന്ന് ദശലക്ഷക്കണക്കാണെങ്കിൽ മില്യൺസ് ടണ്ണ് വോളിയം വരുന്നതായ വെള്ളം കടലിലേക്ക് അടിയിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ ഭൂമിയുടെ കടലിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭൂമിയുടെ മുകളിൽ കാണുന്നതായ ദ്വീപ സമൂഹങ്ങൾ ഏതു നിമിഷവും വെള്ളത്തിനടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോ എന്ത് സംഭവിക്കും? ജലത്തിന്റെ ടെമ്പറേച്ചർ കൂടും. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോ അത് അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചറിനെ വർദ്ധിപ്പിക്കാനായിട്ടിടയാകും. ഈ ജലത്തിന്റെ ടെമ്പറേച്ചർ കൂടുകയും അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുമ്പോൾ
ധ്രുവപ്രദേശങ്ങളുള്ളതായ മഞ്ഞുമലകളുണ്ട്. നമുക്കറിയാം ഈ ഭൂമിയുടെ 2 ധ്രുവപ്രദേശങ്ങളിലും മഞ്ഞുമലകളുണ്ട്. അത് ഉരുകുവാൻ തുടങ്ങും. ഉരുകുമ്പോ അതും എങ്ങോട്ടാണ് ഇറങ്ങുന്നത്? അതും സമുദ്രത്തിലേക്കാണ് വരുന്നത്. ക്രമേണ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ഭീഷണിയാണ്. അപ്പൊ പ്രകൃതിയും വിളിച്ചു പറയുന്നത് ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്നാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഏറ്റവും ആസന്നമായെന്ന് പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അല്പം കൂടെ സ്ട്രെസ് ചെയ്ത് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ സമയം ഇപ്പൊ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഡീപ്പായിട്ട് പോകുന്നില്ല. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നും കൂടെ ഉറപ്പിച്ചു പറയാം, നാം കണക്ക് കൂട്ടുന്നത് പോലെ നീണ്ടുപോകുകയില്ല കർത്താവിന്റെ വരവ്. അത് ആ കർത്താവിന്റെ വരവ് നടക്കുമ്പോ നമ്മിൽ ഈ സൂമിലായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറിയ സഭയിലായിരിക്കുന്നതായ ഒരു കുഞ്ഞു പോലും കൈവിടപ്പെട്ടു പോകരുത് എന്നുള്ള വലിയ ഭാരം എനിക്കുണ്ട്, വലിയ ചിന്ത എനിക്കുണ്ട്. ഈ ലോകത്തിന്റെ നന്മയെക്കാളുപരി, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ളതിനേക്കാളുപരി അത് വേണം അത് വേണ്ട എന്നല്ല, ഇവിടെ നമ്മൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ വളരെ താല്പര്യത്തോടെ വളരെ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവവചനപ്രകാരം സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് നാം പരിശ്രമിച്ചെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് മാറുകയാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഭൂമിയുടെ ചൂട് ഭൂഗർഭത്തിലെ ഉരുകിയ പാറയിൽ നിന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നതായ ജലത്തെ പോലും പുറത്തു കൊണ്ടുവരും. ഭൂമിയിലെ അല്ലെങ്കിൽ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുവാനായിട്ടിടയായിട്ട് തീരും. അത് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോഹയുടെ കാലത്ത് തുറക്കപ്പെട്ടതായ ആ ആഴിയുടെ ഉറവുകൾ ഇനിയും തുറക്കുവാൻ സാധ്യതയുണ്ട്. ആ ആഴിയുടെ ഉറവുകൾ ഇനിയും തുറന്നാൽ വിചാരിക്കാത്തതായ വിഷയങ്ങൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകും. പക്ഷേ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്നുള്ള നോഹയോട് ചെയ്തതായ വാഗ്ദത്വ പ്രകാരം അങ്ങനെ ഒരു ഭീഷണി ഭൂമിക്കുണ്ടാകുകയില്ല എന്ന് നമുക്ക് കരുതാം. ദൈവം അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഒരു വിഷയം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. 6ാമത്തെ വിഷയം, ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ പാതകളുണ്ട് എന്നുള്ള കാര്യം ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുവാനായിട്ടിടയായിട്ട് തീർന്നു. ഭൂമിക്കടിയിൽ എന്തുണ്ട്? കടൽപാതകൾ. അപ്പോ അത് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വായിക്കാം നമുക്ക് 8-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. സമുദ്രമാർഗം നോക്കൂ, the fowl of the air and the fish of the sea and whatsoever passes through the paths of the sea. സമുദ്ര മാർഗങ്ങൾ, സമുദ്രത്തിലെ വഴികൾ. അപ്പൊ സമുദ്രത്തിൽ വഴികളുണ്ട് എന്ന് ദാവീദ് രേഖപ്പെടുത്തി. വഴിയില്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തുമോ? ഇല്ല. വഴിയില്ലെങ്കിൽ രേഖപ്പെടുത്തൽ, വഴി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്. പക്ഷേ ദാവീദ് ആ വഴി കണ്ടിട്ടുണ്ടോ? ദാവീദ് തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിയെപ്പറ്റി കേട്ടിട്ടുമില്ല, ദാവീദോട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ ദാവീദ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോ ദൈവം അവന് ശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിന്റെ കൂട്ടത്തിൽ ഈ കാര്യവും വെളിപ്പെടുത്തി കൊടുത്തു. ദാവീദേ, എന്റെ ദാസനെ, സമുദ്രത്തിന്റെ അടിയിൽ എന്തുണ്ട്?
സമുദ്രമാർഗങ്ങൾ ഞാൻ വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു വഴിയാണ് ചെങ്കടലിന്റെ അകത്തുണ്ടായിരുന്നത് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഞാൻ അതൊരിക്കൽ പറയാനായിട്ടിടയായി. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ആബീബ് മാസം 14-ാം തീയതി രാത്രി പുറപ്പെട്ടു വരികയാണ്. ആ രാത്രിയിൽ അവർ എന്ത് ചെയ്തു? ആ ചെങ്കടലിന്റെ തീരത്ത് എത്തിച്ചേർന്നു. ചെങ്കടലിന്റെ തീരത്ത് എത്തിച്ചേർന്നതായ ജനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ കഴിയാത്ത രീതിയിൽ രണ്ടു വശത്തും കിഴക്കാൻ തൂക്കായ മലകളാണ്. പുറകിലോട്ട് തിരിയാൻ പറ്റത്തില്ല ഫറവോന്റെ സൈന്യം. മുമ്പിലുള്ളത് ചെങ്കടലാണ്. ആ ചെങ്കടലിലേക്ക് ഇറങ്ങുവാൻ ജീവനിൽ കൊതിയുള്ളവർക്ക് ആർക്കും കഴിയത്തില്ല. ജനം അങ്ങനെ പതിർ നിൽക്കുമ്പോ യഹോവയായ ദൈവം എന്താ പറഞ്ഞത്? നീ ജനത്തോട് കൽപ്പിക്ക, മുമ്പോട്ട് പോകാൻ കൽപ്പിക്ക എന്നാണ് പറഞ്ഞത്. അവര് മടിച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ കൈ വടിയോടുകൂടെ കടലിന്മേൽ നീട്ടാൻ പോകും. കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോ ആ കടലിലെ വെള്ളം രണ്ടായിട്ട് മാറ്റപ്പെട്ടു. ഈ രണ്ടായിട്ട് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോ കടലിന്റെ അടിയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 30 ലക്ഷത്തിലധികം പേർക്ക് ആ ഒരു രാത്രി കടന്നു പോകത്തക്ക രീതിയിൽ അവരുടെ കുതിരകളായാലും കഴുതകളായാലും കുഞ്ഞുകുട്ടികളായാലും അവർ കയറിയിരിക്കുന്നതായ എന്ത് വാഹനമായാലും ആ വാഹനവും സാധനങ്ങളും ഉൾപ്പെടെ ആ രാത്രിയിൽ കടൽ കടക്കത്തക്കതായ രീതിയിൽ ഒരു വിശാലമായ, വളരെ വിശാലമായ ഒരു വഴി അവിടെ തുറക്കപ്പെട്ടു. അവര് സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ആ കടലിന്റെ അടിത്തട്ടിൽ തുറക്കപ്പെട്ടതായ വഴി നടക്കുവാൻ സുഗമമായിരിക്കണം. ടാറിട്ടതുപോലെ ചെളി കാണാൻ പാടില്ല, വെള്ളമയം കാണാൻ പാടില്ല, കാല് പുതയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതായ ഒരു ഹൈവേ അതിന്റെ അടിയിൽ വെളിപ്പെട്ടു എന്ന് വേണം പറയുവാൻ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഷ്ടപ്പെടുമ്പോ അവരറിയാത്തതായ ഒരു കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്യുകയാണ്. അവരൊരു നാളിൽ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ വരും. ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനായത് കൊണ്ട് അവരറിയാതെ ആ പ്രശ്നത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രശ്ന പരിഹാരം ദൈവം അവിടെ ഒരുക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ ദൈവ പൈതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം പ്രശ്നങ്ങൾക്കകത്ത്, വിഷയങ്ങൾക്കകത്ത്, മാനസിക ക്ലേശങ്ങൾക്കകത്ത്, ശാരീരികമായ ക്ഷീണങ്ങളിൽ അങ്ങനെ തുടങ്ങുന്നതായ വിഷയങ്ങളുടെ മുമ്പിൽ നാം അകപ്പെടുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ നിന്ന് ഒരു വിടുതൽ നാം പ്രാർത്ഥിക്കുന്നതിന്, നാം വിഷയങ്ങൾ അറിയുന്നതിന്, വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണുവാനും അത് അനുഭവിപ്പാനും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളെയും ഒരുക്കണമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഏതെങ്കിലും പ്രയാസത്തിൽ കൂടെ, ഏതെങ്കിലും മാനസിക ശാരീരികമായ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ ഒരു പരിഹാര മാർഗമുണ്ട്. അത് കാണുവാൻ ദൈവമുഖത്തേക്ക് നോക്കണം, ദൈവത്തിൽ ആശ്രയം വെക്കണം. കർത്താവേ, എന്റെ പ്രശ്നത്തിന് അവിടുന്ന് പരിഹാരം എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നതായ ഒരു ദൈവ പൈതലിന് ദൈവം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ പ്രശ്ന പരിഹാരത്തിൽ കൂടെ കടത്തിവിടുവാനായിട്ടിടയാകും. പോകട്ടെ, ഈ നമ്മുടെ വിഷയം ഈ സമുദ്രത്തിന്റെ അന്തർഭാഗത്തുള്ളതായ ഈ പാതയാണല്ലോ. അത് ഈ അടുത്ത സമയത്ത് ഈ പാത കണ്ടുപിടിക്കുവാൻ ഇടയായിട്ട് തീർന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മാത്യു ഫൗണ്ടൈൻ മൗറി എന്ന് പറയുന്നതായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ വിളിക്കുന്നത് പാത്ത് ഫൈൻഡർ ഓഫ് ദ സീ എന്നാണ്. അന്ന് അദ്ദേഹത്തിന്റെ പേര് മാത്യു ഫൗണ്ടൻ മൗറി. ഈ മനുഷ്യൻ ഇന്നത്തെ ഓഷ്യനോഗ്രഫി എന്ന് പറഞ്ഞാൽ സമുദ്ര ശാസ്ത്രത്തിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേരിൽ അമേരിക്കയിൽ ഒരു അക്കാഡമി തന്നെ ഉണ്ട്. അദ്ദേഹം വിർജീനിയയിൽ തന്റെ വാസസ്ഥലത്തായിരുന്നതായ ഒരു സമയം
ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വരെ സമുദ്രത്തിൽ ഇങ്ങനെ പാതയുണ്ടെന്നുള്ള കാര്യം ലോകത്തിന് അജ്ഞാതമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ഈ സമുദ്രത്തിലെ പാത കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി ഇദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തതായ ഒരു വളരെ ചെറിയ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം തന്റെ ഭവനത്തിൽ ഇദ്ദേഹം ശാരീരികമായ ചെറിയ അസ്വസ്ഥതയോടെ തന്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. തന്റെ ബെഡിൽ കിടക്കുമ്പോ അദ്ദേഹം തന്റെ കൊച്ചുമകൻ വേദപുസ്തകം വായിക്കുന്നത് ശ്രദ്ധിക്കാനിടയായി. അവൻ അതങ്ങനെ ഉറച്ചു വായിക്കുകയാണ്. അവൻ എട്ടാം സങ്കീർത്തനം നമ്മൾ വായിച്ചതായ ഈ വാക്യം, 8-ാം സങ്കീർത്തനം അവൻ ഉറക്കെ വായിക്കുമ്പോ ഈ 8-ാമത്തെ വാക്യം വായിക്കുന്നത് ഈ മനുഷ്യൻ കേൾക്കുവാനായിട്ടിടയായി. ഇദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോ ഈ മാത്യു ഫൗണ്ടൻ ഈ മൗറി കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് മോനോട് പറഞ്ഞു, മോനെ അവിടെ നിർത്തിക്കുക, ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ട്. അവൻ വായിച്ചു, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഈ വാക്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴമായി വീണ്ടും പതിഞ്ഞു. അദ്ദേഹം ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു സമുദ്രത്തിനകത്തെന്തുണ്ട്, സമുദ്രത്തിന് പാതകളുണ്ട് എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് അവിടെ കാണും, ഞാൻ പോയി അത് കണ്ടെത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് കണ്ടെത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സമുദ്രപാതകളെ കുറിച്ചുള്ളതായ ഒരു മാപ്പ് ഉണ്ടാക്കുവാനായിട്ടിടയായി. ആ മാപ്പ് ഒരു കൈയിലും വേദപുസ്തകം മറുകൈയിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഈ മാത്യു മൗറിയുടെ ഒരു പ്രതിമ അമേരിക്കയിൽ നിന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ ഈ സമുദ്രത്തിലെ മാപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്, മറുകൈയിൽ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ ആ ഒരൊറ്റ വാക്യത്തിന്റെ പിൻബലത്തിലാണ് ഇദ്ദേഹം സമുദ്രത്തിലെ പാതകളെ കണ്ടെത്തുവാനായിട്ടിടയായിട്ട് തീർന്നത്. അങ്ങനെ സമുദ്രത്തിലെ പാതകളെ കുറിച്ചുള്ളതായ ഒരു വലിയ ചാർട്ട് അദ്ദേഹം ഉണ്ടാക്കുവാനായിട്ടിടയായി. ആ ചാർട്ടാണ് ആ പ്രതിമയുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ, ഒരു 6 കാര്യങ്ങളും കൂടെ ഇതോടൊതായ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. സമയം തീർന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സയന്റിഫിക് ആക്യുറസി ഇൻ അവർ ഹോളി ബൈബിൾ. അത് ഇത്രയും നേരം ശാന്തമായി കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ആക്യുറേറ്റ് ആണ്, അതിൽ നിന്ന് ഒന്നും മാറ്റിവെക്കുവാനില്ല. ദൈവം ഒരിക്കൽ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അരുളി ചെയ്തിട്ടുണ്ടോ അത് അതുപോലെ സംഭവിക്കുമെന്നുള്ളത് നിർണയമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.